നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, RRB SSC എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് സ്പോർട്സ് ഇവന്റുകളും അതിന്റെ വെന്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, റീസെന്റ് നടന്നിട്ടുള്ള ഗ്രൂപ്പ് ഡി എക്സാമിന് കറണ്ട് അഫേഴ്സിന് അത്രമാത്രം വെയിറ്റേജ് നൽകിക്കൊണ്ടാണ് ഓരോ സെക്ഷൻസും എന്ത് ചെയ്ത് കടന്നു പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമുകൾക്കും അതേപോലെ തന്നെ SSC എക്സാമുകൾക്കും ഇതേ പാറ്റേൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്ന് നമ്മൾ ഈ ഒരു സെക്ഷനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് ഇവന്റുകളും അതിന്റെ പ്രധാനപ്പെട്ട വെന്യൂസിനെ കുറിച്ചാണ്. സോ ആദ്യമേ നമ്മൾ പോകുന്നത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന 2026 നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സിനെ കുറിച്ചാണ്. വിന്റർ ഒളിമ്പിക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ, വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ് അത് നടക്കാൻ പോകുന്നത്? 2026 വിന്റർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കാൻ പോകുന്നത് ചോദിച്ചാൽ അത് ഇറ്റലിയിലാണ്. മക്കളെ, മറന്നു പോകല്ലേ, ഇറ്റലിയിലാണ്. ഫെബ്രുവരി 6 മുതൽ 22 വരെയാണ് വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. സോ അതിനെ ഫോളോ ചെയ്താണ് ഏത് വരുന്നത്? നമ്മുടെ പാരാ ഒളിമ്പിക്സ് വരുന്നത്. മറന്നു പോകല്ലേ, നമ്മുടെ വിന്റർ ഒളിമ്പിക്സിനെ ഫോളോ ചെയ്താണ് നമ്മുടെ പാരാ ഒളിമ്പിക്സ് വരുന്നത്. മാർച്ച് 6 മുതൽ 15 തീയതി വരെയാണ് നമ്മുടെ പാരാ ഒളിമ്പിക്സിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. സോ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? അത് ഇറ്റലിയിലാണ് നടക്കാൻ പോകുന്നത്. 25ാമത്തെ എഡിഷൻ ആണ്. മറന്നു പോകല്ലേ, 25ാമത്തെ എഡിഷൻ ആണ് ഈ വരാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അതിന്റെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് യുവർ വൈബ് എന്ന് തന്നെയാണ് അതിന്റെ മോട്ടോ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെക്കണം. അതിന്റെ മസ്കോട്ട് എന്ന് പറയുന്ന ടീന എന്ന് പറയുന്ന വൈറ്റ് സ്കോട്ടും അതേപോലെ തന്നെ ഫ്ലോ എന്ന് പറയുന്ന സ്നോ ഡ്രോപ്പുമാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. വളരെ പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒളിമ്പിക്സിന്റെ വിന്റർ ഒളിമ്പിക്സിന്റെ 2026 വിന്റർ ഒളിമ്പിക്സിന്റെ ഹോസ്റ്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇറ്റലിയാണ്. സോ ഈ കാര്യം മറന്നു പോകല്ലേ. അപ്പൊ 2026 നമ്മുടെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. അതിനുശേഷം 2028 എന്ത് നടക്കാൻ പോകുന്നത്? സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അപ്പൊ 2028 എന്ത് നടക്കുവാണ്? സമ്മർ ഒളിമ്പിക്സ് നടക്കുവാണ്. എവിടെയാണ് നടക്കുന്നത്? അത് വന്നിട്ട് ലോസ് ആഞ്ചൽസിൽ, നമ്മുടെ ട്രംപ് ചേട്ടന്റെ നാടായിട്ടുള്ള USA ലോസ് ആഞ്ചൽസിലാണ്. സോ ഈ 2028 സമ്മർ ഒളിമ്പിക്സിനെ ഒഫീഷ്യലി അതിന് കൊടുക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ LA എന്ന് പറഞ്ഞാൽ ലോസ് ആഞ്ചൽസ് 28 എന്നാണ്. ഓർത്തു വെച്ചോണം. എന്ന് വെച്ചാൽ 28 എഡിഷൻ എന്നല്ല, ഇതിന്റെ ഒഫീഷ്യൽ നെയിമാണ് LA 28 എന്ന് പറയുന്നത്. എന്നാൽ ഇത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണെന്ന് ചോദിച്ചാൽ അത് 34ാമത്തെ ഒളിമ്പിക്സ് ആണ്. 3ാം തവണയാണ് നമ്മുടെ ലോസ് ആഞ്ചൽസ് വേദിയാകുന്നത്. എത്രാമത്തെ തവണയാണ്? 3ാം തവണയാണ് നമ്മുടെ ലോസ് ആഞ്ചൽസ് വേദിയാകുന്നത്, ഒളിമ്പിക്സിന്റെ വേദിയാകുന്നത്. പാരീസിന് തുല്യമായിട്ട് വന്നു. പാരീസ് 3 തവണ വന്നു. സോ അതിന് ഈക്വൽ ആയിട്ട് ഏതും വന്നു, നമ്മുടെ ലോസ് ആഞ്ചൽസും വന്നിട്ടുണ്ട്. ഇപ്പൊ 2028 ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് സ്പോർട്സ് ഇവന്റുകൾ പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. T20 ക്രിക്കറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു സ്വർണം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പൊ T20 ക്രിക്കറ്റ് വരുന്നുണ്ട്. 2028 ഒളിമ്പിക്സിൽ T20 വരുന്നുണ്ട്. അതേപോലെ തന്നെ ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ അല്ലെങ്കിൽ ഫ്ലാഗ് ഫുട്ബോൾ, സ്ക്വാഷ്, ദെൻ ലാറോസ് എന്ന് പറയുന്ന കുറച്ച് സ്പോർട്ട് ഇവന്റുകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഏത് തന്നെയായിരിക്കാം? T20 ക്രിക്കറ്റ് തന്നെയായിരിക്കാം. കാരണം നമ്മുടെ ചുണക്കുട്ടികൾ പോയി അവിടെ ഒരു സ്വർണം തന്നെ നേടിയിട്ട് വരും. സോ T20 ക്രിക്കറ്റ് വരുന്നുണ്ട്. 2028 സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലോസ് ആഞ്ചൽസിലാണ്. മറന്നു പോകല്ലേ. അപ്പൊ 2028 കഴിഞ്ഞു. ഇനി അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് 2032 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ എവിടെയാണ്? ബ്രിസ്ബനിൽ, ഓസ്ട്രേലിയയിലാണ്. 3ാം തവണയാണ് നമ്മുടെ ഓസ്ട്രേലിയ വേദിയാകുന്നത് ആഫ്റ്റർ മെൽബൺ. 1956 മെൽബൺ, അതിനുശേഷം 2000 സിഡ്നി. സോ സിഡ്നിക്ക് ശേഷം എവിടെ വരുന്നു? നമ്മുടെ ബ്രിസ്ബനിൽ വരുന്നു. ബ്രിസ്ബനിൽ 2032 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബ്രിസ്ബനിലാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ 35ാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണ്. അപ്പൊ 34ാമത്തെ എവിടെയാണ് നടന്നത്? ലോസ് ആഞ്ചൽസിലാണ്. പക്ഷെ അതിന്റെ ഒഫീഷ്യൽ നെയിമാണ് LA 28 എന്ന് പറയുന്നത്.
സോ ഈ കാര്യങ്ങൾ മറന്നു പോകല്ലേ. സോ ഇത് എത്രാമത്തെ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷന്റെ എത്രാമത്തെ ഒരു സെലക്ഷൻ ഇതാണെന്ന് ചോദിച്ചാൽ 138ാമത്തെ IOC സെക്ഷനിൽ വെച്ചാണ്. എവിടെയാണ് നടന്നത്? അത് ടോക്കിയോയിൽ, അവിടെ വെച്ചാണ് ബ്രിസ്ബൻ സെലക്ട് ആകുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യു എസിന് ശേഷം വരുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. എന്തിനൊക്കെ വേണ്ടി? ഈ പറയുന്ന സമ്മർ ഒളിമ്പിക്സ് 3 ഡിഫറെന്റ് സിറ്റീസിൽ ഹോസ്റ്റ് ചെയ്ത രണ്ടാമത്തെ രാജ്യമാണ്. യു എസിന് ശേഷം 3 പ്രധാനപ്പെട്ട സിറ്റീസിൽ ഹോസ്റ്റ് ചെയ്ത രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഓസ്ട്രേലിയ. 2032 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കാൻ ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ്. മറന്നു പോകല്ലേ. അപ്പം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ കഴിഞ്ഞു. ദെൻ നമ്മൾ വീണ്ടും എങ്ങോട്ട് വരുവാണ്? 2026 നമ്മുടെ വിന്റർ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. സോ ആ 2026 വിന്റർ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് 2030 എവിടെ വരുവാണ്? അത് ഫ്രാൻസിൽ വരുവാണ്. ഫ്രഞ്ച് ആൽപ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രാൻസിൽ വരുവാണ് 2030 വിന്റർ ഒളിമ്പിക്സ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ വിന്റർ ഒളിമ്പിക്സിനെ ഫോളോ ചെയ്താണ് എന്ത് വരുന്നത്? നമ്മുടെ പാരാ ഒളിമ്പിക്സ് വരുന്നത്. സോ ആ കാര്യം കൂടെ ഓർത്ത് വെച്ചോണം. എവിടെയാണ് അതിന്റെ ഹോസ്റ്റ് ചെയ്യുന്നത്? അത് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. ഫ്രഞ്ച് ആൽപ്സ് 2030 എന്ത് വരുന്നത്? 2030 അടുത്ത വിന്റർ ഒളിമ്പിക്സ് വരുന്നത്. 26 കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതിനുശേഷം 34 എവിടെ വരുന്നു? വീണ്ടും നമ്മുടെ യു എസിൽ വരുന്നു. സോൾട്ട് ലേക്ക് സിറ്റി ആയിട്ടുള്ള യു എസിൽ, അവിടെയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. 34 വിന്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ സോൾട്ട് ലേക്ക് സിറ്റി ആണ്. സോ ഈ കാര്യങ്ങൾ മറന്നു പോകല്ലേ. അപ്പൊ 2ാം തവണയാണ് നമ്മുടെ സോൾട്ട് ലേക്ക് സിറ്റി ഹോസ്റ്റ് ആകുന്നത്. 2ാം തവണയാണ്. 2002 ശേഷം പിന്നീട് വരുന്നതാണ് 2034 വിന്റർ ഒളിമ്പിക്സ്. സോൾട്ട് ലേക്ക് സിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് യു എസിലാണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, മറന്നു പോകല്ലേ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി 142ാമത്തെ സെക്ഷനിലാണ് ഈ പറയുന്ന വിന്റർ ഒളിമ്പിക്സ് യു എസിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ശ്രദ്ധിച്ചോ, 138ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ബ്രിസ്ബനിനെ സെലക്ട് ചെയ്തത്. 142ാമത്തെ ഒളിമ്പിക് കമ്മിറ്റിയാണ് നമ്മുടെ വിന്റർ ഒളിമ്പിക്സിനായിട്ട് യു എസ് വേദിയാക്കി സെലക്ട് ആക്കുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഇപ്പോൾ ഒളിമ്പിക്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒളിമ്പിക്സ് അസോസിയേഷനെ കൂടി ഒന്ന് കണ്ടുപോകാം. IOA അല്ലെ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. പ്രസിഡന്റിന്റെ പേര് മറന്നുപോയല്ലേ? മലയാളിയായിട്ടുള്ള നമ്മുടെ PT ഉഷയാണ്. ആദ്യത്തെ വനിതയാണ് കേട്ടോ. ആദ്യത്തെ വനിതയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് നമ്മുടെ PT ഉഷ എന്ന് പറയുന്നത്. 1927 ഈ പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ആകുന്നത്. ആരാണ് എസ്റ്റാബ്ലിഷ് ആക്കിയെന്ന് ചോദിച്ചാൽ അത് സർ ദരോബ്ജി ടാറ്റയും അതേപോലെ തന്നെ ആരാണ് AG നൊറേരും ചേർന്നാണ് അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അത് ആദ്യമേ അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തന്നെയാണ്. NGO ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അണ്ടർ ദ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. PT ഉഷയുടെ പേര് നിങ്ങൾ മറന്നു പോകല്ലേ മക്കളെ. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ എങ്ങോട്ട് വരുവാണ്? നമുക്ക് ഏറ്റവും ആവേശമായിട്ടുള്ള ക്രിക്കറ്റിലേക്ക് വരുവാണ്. ICC T20 വേൾഡ് കപ്പ്. നമുക്കറിയാം ഈ വർഷത്തെ എന്ന് വെച്ചാൽ ഈ പറയുന്ന 2024 T20 വേൾഡ് കപ്പ് നേടിയത് ആരാണ്? അത് ഇന്ത്യയാണ്. അത് വേദിയായത് സ്ഥലം എവിടെയാണ്? ഹോസ്റ്റ് ചെയ്ത സ്ഥലം എവിടെയൊക്കെയാണ്? അത് വെസ്റ്റ് ഇൻഡീസിലും അതേപോലെ തന്നെ USA-ലുമാണ്. മറന്നു പോകല്ലേ. 2024 T20 വേൾഡ് കപ്പ് വേദിയായ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ഇൻഡീസ് ആണ് മക്കളെ. മറന്നു പോകല്ലേ. വെസ്റ്റ് ഇൻഡീസും USA-ലുമാണ് അത് വേദിയായിട്ടുള്ളത്. സോ 2024 വേൾഡ് കപ്പിലേക്ക് വരുവാണെങ്കിൽ ഫൈനൽ മാച്ചിലെ പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഫൈനൽ മാച്ചിൽ അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയാണ് അല്ലെ. വിരാട് കോഹ്ലിയാണ് അവസാന മാച്ചിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് മാറുന്നത്. സോ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ബൂമറെ ആയിട്ടുള്ള ജസ്പ്രീത് ബൂമറയാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. അതേസമയം തന്നെ 2026 ഇനി വരാൻ പോകുന്ന വർഷത്തിൽ
T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. ആ T20 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ആരൊക്കെയാണ്? ഇന്ത്യയും ശ്രീലങ്കയും ചെയ്യുന്നതാണ് 2026 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ 2026 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഈ 2026 വേൾഡ് കപ്പിന്റെ ഏത് വേൾഡ് കപ്പാണ്? T20 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആണെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹിറ്റ് മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മയാണ്. 2024 ആരുടെ ക്യാപ്റ്റൻസിയിലാണ് നമ്മൾ വേൾഡ് കപ്പ് നേടിയത്? അതും രോഹിത് ശർമ്മയാണ്. ഈ രോഹിത് ശർമ്മ തന്നെയാണ് 2026 ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എഡിഷൻ വരുന്നത് ആദ്യത്തെ എഡിഷൻ വരുന്നത് 2027ലാണ്. 2007ലാണ്. ഈ 2007 ഇന്ത്യ ഒരു T20 വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ആദ്യത്തെ എഡിഷൻ വരുന്നത് 2007ലാണ്. ഈ 2007 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. അവസാനം ഒരു ക്യാച്ച് ഒക്കെ ഉണ്ടല്ലേ, നമ്മുടെ ശ്രീശാന്തിന്റെ ഒരു ക്യാച്ച് ഒക്കെ ഉണ്ട്, അതിമനോഹരമായ ക്യാച്ച്. അത് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയാണ്. മറന്നു പോകല്ലേ, സൗത്ത് ആഫ്രിക്കയാണ് ആദ്യത്തെ T20 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്കയാണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. അവസാനത്തെ 2024 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് ഇൻഡീസും USA-ലുമാണ്. സോ നമ്മുടെ എതിരാളിയായിട്ട് വന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയാണ്. 2024 25 കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക എതിരാളിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മൾ തന്നെ ജയിച്ചു പോവാണ്. സോ അവിടെ എല്ലാം നമ്മൾ തന്നെ ജയിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. T20 വേൾഡ് കപ്പിനെ കുറിച്ച് ഓർത്തു വെച്ചോണം. അതേസമയം തന്നെ നമ്മുടെ യാത്രി ബാച്ച് RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടി യാത്രി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. സോ നമുക്കറിയാം ഉടൻ തന്നെ നമ്മുടെ NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഡേറ്റ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ യാത്രി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം പ്രത്യേകത ഉള്ള ബാച്ച് തന്നെയാണ്. എന്താണ്? 350+ hours ക്ലാസ്സസ്, അതേപോലെ തന്നെ പ്രിന്റബിൾ PDF നോട്ടുകൾ. സെയിം ടൈം നമുക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ PYQ അനാലിസ് ചെയ്യുക തന്നെയാണ്. കാരണം ആ PYQ അനാലിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാവുന്നത് PYQ അനാലിസ് ചെയ്യുമ്പോഴാണ്. അറ്റ് ദ സെയിം ടൈം മോക്ക് ടെസ്റ്റ് എടുക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് എൻ്റെ വീക്ക് സബ്ജക്റ്റ് ഏതാണ്, എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? മെന്റർഷിപ്പ് സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. സോ യാത്രി ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ വേണമെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. യാത്രി ബാച്ച് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ICC T20 കണ്ടു. ഇനി BCSE-യിലേക്ക് പോകാം. നമ്മുടെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക് പോകാം. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പൽ ഗവർണിംഗ് ബോഡിയാണ് അല്ലെ, ഏറ്റവും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബോഡി തന്നെയാണ്, ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് BCCI എന്ന് പറയുന്നത്. സോ BCCIയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. അത് വാങ്കഡ സ്റ്റേഡിയത്തിലാണ് BCCIയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. BCCI എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ആയെന്ന് ചോദിച്ചാൽ 1928 1 ഡിസംബർ ആണ്. മറന്നു പോകല്ലേ, 1 ഡിസംബർ 1928 BCCI ഫോം ആകുന്നത്. സോ അത് എവിടെയാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ മദ്രാസിലാണ് അത് തുടങ്ങിയത്. പിന്നീട് അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് തമിഴ്നാടു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1975 രജിസ്റ്റർ ചെയ്തതായിട്ടാണ് നിലവിൽ അത് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ഒന്ന് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനിൽ ഏത് വരുന്നുണ്ട്? നമ്മുടെ BCCI വരുന്നുണ്ട്. അപ്പൊ നിലവിലത്തെ BCCI പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മിഥുൻ മൻഹാസ് ആണ്. സോ ഓർത്ത് വെച്ചോണം, ഇന്റർനാഷണൽ മാച്ച് ഒന്നും കളിക്കാത്ത ഒരു വ്യക്തിയാണ് മിഥുൻ മൻഹാസ് ആണ് നിലവിലത്തെ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന രാജീവ് ശുക്ലയാണ്. സോ അതേസമയം തന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് ദേവ്ജിത്ത് സാക്കിയാണ്. ദെൻ രഘുറാം ഭട്ടാണ് നമ്മുടെ ട്രഷറർ എന്ന് പറയുന്നത്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഓർത്തു വെച്ചോണം. പ്രസിഡന്റിന്റെ പേര് മിഥുൻ മൻഹാസും വൈസ് പ്രസിഡന്റിന്റെ പേര് രാജീവ് ശുക്ലയാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം.
നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമേ ഒരു T20 വേൾഡ് കപ്പ് കണ്ടു. അതെന്താണ്? അത് മെൻസ് അണ്ടർ 90 ഒന്നും അല്ല കേട്ടോ, മെൻസ് T20 വേൾഡ് കപ്പ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? വിമൻ അണ്ടർ 19 T20 വേൾഡ് കപ്പിനെ കുറിച്ചാണ്. അപ്പോൾ വിമൻ അണ്ടർ 19 T20 വേൾഡ് കപ്പ് ആണ് ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരു ചോദ്യമായിട്ട് വന്നു. സോ ഈ വർഷത്തെ 2025 അണ്ടർ 19 വിമൻ T20 വേൾഡ് കപ്പ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ തന്നെയാണ് മക്കളെ. അത് ഇന്ത്യയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? അത് വേറെ ആരെയുമല്ല, നമ്മുടെ ഭാഗ്യത്തിന് വീണ്ടും സൗത്ത് ആഫ്രിക്ക തന്നെ വന്നു. ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാന്ന് ചോദിച്ചാൽ മലേഷ്യ ആണ് മക്കളെ. മറന്നുപോകല്ലേ, മലേഷ്യയാണ് ഹോസ്റ്റ് ചെയ്ത രാജ്യം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. 2023 ആദ്യത്തെ എഡിഷൻ. ആ എഡിഷനും ആര് തന്നെ ജയിച്ചു? അവിടെയും നമ്മൾ തന്നെ ജയിച്ചു. അന്ന് നമ്മൾ പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്ക അല്ല, അന്ന് നമ്മൾ പരാജയപ്പെടുത്തിയത് വേറെ ആരെയാണ്? അത് ഇംഗ്ലണ്ടിനെയാണ്. എന്നാൽ ഹോസ്റ്റ് ചെയ്ത രാജ്യം, ആദ്യത്തെ എഡിഷൻ ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ T20 വേൾഡ് കപ്പ്, മെൻസ് T20 വേൾഡ് കപ്പ് ആദ്യം ഹോസ്റ്റ് ചെയ്ത രാജ്യം അതും സൗത്ത് ആഫ്രിക്കയാണ്. അണ്ടർ 19 വിമൻ വേൾഡ് കപ്പും അണ്ടർ 19 T20 വിമൻ വേൾഡ് കപ്പും ഹോസ്റ്റ് ചെയ്ത രാജ്യം അത് സൗത്ത് ആഫ്രിക്കയാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? വേൾഡ് കപ്പിലേക്കാണ്. വിമൻ വേൾഡ് കപ്പ് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യ ഡിഫീറ്റ് ചെയ്തു. ഇവിടെയും ആരെയാണ് നമ്മൾ ഡിഫീറ്റ് ചെയ്തത്? സൗത്ത് ആഫ്രിക്കയെ നമ്മൾ തോൽപ്പിച്ചു. സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ആരുടെ ക്യാപ്റ്റൻസിയുടെ കീഴിലാണ്? ഹർമൻപ്രീത് കൗറിന്റെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ ഇന്ത്യ വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്തു. 4ാമത്തെ രാജ്യമാണ്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡിന് ശേഷം 4ാമത്തെ രാജ്യമാണ് ഈ പറയുന്ന വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഹർമൻപ്രീത് കൗറാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. 13ാമത്തെ എഡിഷൻ ആണ്. അത് നടന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഹോസ്റ്റ് ചെയ്തത്. മറന്നു പോകല്ലേ മക്കളെ. ഇന്ത്യയുടെ ആ ഒരു നേട്ടത്തിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കോച്ചിങ് അമുൽ മുസംദർ ആണ് നമ്മുടെ കോച്ച് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനെ കൂടെ നോക്കാം. കാരണം സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ഒരു മനോഹരമായ 100 ഒക്കെ അടിച്ചായിരുന്നു ഫൈനലിൽ, പക്ഷെ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. വൂൾവാർട്ട് എന്ന് പറയുന്ന ആളാണ് സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ. നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ഫൈനൽ മാച്ചിലെ പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ ഷഫീല വർമ്മയാണ്. എന്നാൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ദീപ്തി ശർമ്മയാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ പറയുന്ന വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ്. ഇന്ത്യയും ശ്രീലങ്കയിലുമാണ് ഈ കളികളൊക്കെ നടന്നിട്ടുള്ളത്. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കേലോ ഇന്ത്യ യൂത്ത് ഗെയിമിലേക്ക് വരുവാണെങ്കിൽ എവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്? ബീഹാറിലാണ് ഹോസ്റ്റ് ചെയ്തത്. 2025 വളരെ പ്രധാനപ്പെട്ട ഒരു കളി തന്നെയാണ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിം എന്ന് പറയുന്നത്. മെയ് 4, 15 ആ ഒരു ടൈമിലാണ് ഇത് നടന്നത്. പല വെന്യൂസിലായിട്ടാണ് ഈ ഒരു കളി നടന്നിട്ടുള്ളത്. ഹോസ്റ്റ് ചെയ്ത സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. നമ്മുടെ മസ്കോട്ട് ഏതാന്ന് ചോദിച്ചാൽ കേലോ ഇന്ത്യ യൂത്ത് ഗെയിമിന്റെ മസ്കോട്ട് ഏതാന്ന് ചോദിച്ചാൽ ഗജസിംഹ എന്നാണ്. ആ മസ്കോട്ട് എന്ന് പറയുന്നത് ശക്തിയെയും അതേപോലെ തന്നെ വിഷ്ണത്തെയും കറേജിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു മസ്കോട്ടാണ് ഗജസിംഹ എന്ന് പറയുന്നത്. സോ ഗജസിംഹയാണ് നമ്മുടെ കേലോ ഇന്ത്യ യൂത്ത് ഗെയിമിന്റെ മസ്കോട്ട് എന്ന് പറയുന്നത്. ഏകദേശം 25 സ്പോർട്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ ഈ കളികളൊക്കെ എന്തിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചോദിച്ചാൽ നമ്മൾ 2036 നമ്മുടെ ഒളിമ്പിക്സ് ബിഡ് ചെയ്യാനൊക്കെ നമ്മളിവിടെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു തുടക്കമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. സോ കേലോ ഇന്ത്യ യൂത്ത് ഗെയിമിനെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. അതിന്റെ 1ാം സ്ഥാനത്തെത്തിയ സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. 2ാമത് ഹരിയാനയാണ്. 3ാമത് രാജസ്ഥാൻ. 4ാമത് കർണാടക. 5ാമത് ഡൽഹി. അപ്പം മഹാരാഷ്ട്ര ഓർത്തോണം, ഹരിയാന ഓർത്തോണം, രാജസ്ഥാൻ ഓർത്തോണം. ഇവരെ 3 പേരുമാണ് ആദ്യത്തെ 3 സ്ഥാനങ്ങളിലും വരുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ. ഇതേ സമയം തന്നെ നമ്മുടെ SSC നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് SSC GD, SSC CGL, CHSL, അതേപോലെ തന്നെ നമ്മുടെ MTS തുടങ്ങിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷന് നിങ്ങൾ 8281223366 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. SSC ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ
38ാമത്തെ നാഷണൽ ഗെയിംസിലേക്ക് പോവാണ്. 38ാമത്തെ നാഷണൽ ഗെയിംസ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ഉത്തരാഖണ്ഡിലാണ് നടന്നത്. മറന്നു പോകല്ലേ, ഉത്തരാഖണ്ഡിലാണ് നമ്മുടെ 38ാമത്തെ നാഷണൽ ഗെയിംസ് നടന്നിട്ടുള്ളത്. 38ാമത്തേത് ഉത്തരാഖണ്ഡ് ആണെങ്കിൽ 39ാമത്തേത് വേറെ എവിടെയുമല്ല, മേഘാലയാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും നോർത്ത് ഈസ്റ്റിനെ എന്ത് ചെയ്യും, ഒന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ പറയും. സോ 39ാമത്തേത് നാഷണൽ ഗെയിംസ് നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ മേഘാലയാണ്. മറന്നു പോകല്ലേ മക്കളെ. സോ നമ്മുടെ മസ്കോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആയിട്ടുള്ള മോണലിനെ ബേസ് ചെയ്ത് അവിടുന്ന് ഇൻസ്പയർ ചെയ്ത് ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആയിട്ടുള്ള മോണലിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ട് മസ്കോട്ടാണ് മൗളിയാണ് മസ്കോട്ട് എന്ന് പറയുന്നത്. സോ മറന്നു പോകല്ലേ. ഇതിൽ 1ാം സ്ഥാനം വന്നിട്ടുള്ള സർവീസ് ആണ്, 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 3ാം സ്ഥാനം ഹരിയാനയ്ക്കാണ്. നമ്മൾ കേലോ ഇന്ത്യയിൽ കണ്ടത് ആരൊക്കെ 1ാം സ്ഥാനം വന്നത്? മഹാരാഷ്ട്ര 1ാം സ്ഥാനം വന്നു, 2ാമത് ഹരിയാന വന്നു. ഇത് ഇവിടെ വന്നപ്പോൾ എന്തായി? സർവീസ് മോളിപ്പോയി. അപ്പൊ സർവീസ് 1ാം സ്ഥാനത്ത് വന്നു, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര വന്നു, 3ാം സ്ഥാനത്ത് ഹരിയാന വന്നു. ഇതാണ് 38ാമത്തെ നാഷണൽ ഗെയിം നടന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. 39ാമത്തെ നടക്കുന്ന എവിടെയാണ്? മേഘാലയയിലാണ്. മറന്നു പോകല്ലേ, നാഷണൽ ഗെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യൻ യൂത്ത് ഗെയിം 2025 ഏഷ്യൻ യൂത്ത് ഗെയിം എവിടെയാണ് നടന്നെന്ന് ചോദിച്ചാൽ ബഹ്റിനാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. അതൊരു മൾട്ടി സ്പോർട്ട് ഇവന്റ് തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരാണ് അത് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. 14നും 17 വയസ്സിന് ഇടയ്ക്കുള്ളവരാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നത്. മൾട്ടി സ്പോർട്സ് ഇവന്റ് തന്നെയാണ്. യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ് ആയിട്ടുള്ളവരെ എന്ത് ചെയ്യുകയാണ്? അവരെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടാലന്റിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ടാലന്റിനെ നമ്മൾ വളർത്താൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശ ലക്ഷ്യത്തോടെ വരുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു സ്പോർട്ട് ഇവന്റ് ആണ് ഏഷ്യൻ യൂത്ത് ഗെയിം എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്തോണം. ആദ്യത്തെ ഏഷ്യൻ യൂത്ത് ഗെയിം നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ 2009 സിംഗപ്പൂരിലാണ്. എവിടെയാണ്? സിംഗപ്പൂരിലാണ് ആദ്യത്തെ ഏഷ്യൻ യൂത്ത് ഗെയിം നടന്നിട്ടുള്ളത്. 2025 എവിടെ നടക്കുന്നത്? ബഹ്റിൻ നടന്നിട്ടുള്ളത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ആദ്യത്തെ ഏഷ്യൻ യൂത്ത് ഗെയിം എവിടെയാണ് നടന്നു ചോദിച്ചാൽ അത് സിംഗപ്പൂരിലാണ്. 2ാമത്തെ ഏഷ്യൻ യൂത്ത് ഗെയിം നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. സോ അതിനുശേഷം ആ ഒരു 12 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് എവിടെ നടക്കുന്നത്? ബഹ്റിനിൽ നടന്നിട്ടുള്ളത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. കാരണം അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു, മറ്റ് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ പറയുന്ന ഏഷ്യൻ യൂത്ത് ഗെയിം ഡിലേ ആയി. അതിൻ്റെ 12 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ബഹ്റിനിൽ നടക്കാൻ പോകുന്നത്. 2025 ഏഷ്യൻ യൂത്ത് ഗെയിം ബഹ്റിനിലാണ് നടന്നിട്ടുള്ളത്. സോ ഇനി അതേ സമയം തന്നെ നമ്മളൊന്ന് പ്രധാനപ്പെട്ട ടെന്നീസ് ടൂർണമെന്റിലേക്ക് പോകാം. കാരണം ഈ ടെന്നീസ് ടൂർണമെന്റും നമുക്ക് നിരന്തരം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. നമുക്കറിയാം പ്രധാനമായിട്ടും 4 ഗ്രാൻഡ് സ്ലാംസുകളാണ് വരുന്നത്. 1 ഓസ്ട്രേലിയ, 2 USA, അതേപോലെ തന്നെ ഫ്രഞ്ച്, ദെൻ ഏറ്റവും വലുതെന്ന് പറയുന്ന വിംബിൾഡൺ. സോ ഓസ്ട്രേലിയൻ ഓപ്പണിലേക്ക് വരുവാണെങ്കിൽ സിംഗിൾസ് മെൻ സിംഗിൾസ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ അത് സിന്നറാണ്. നമ്മുടെ അതേപോലെ തന്നെ വിമൻ സിംഗിൾസ് നേടിയത് മാഡിസൺ കീ ആണ്. സോ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓസ്ട്രേലിയൻ ഓപ്പണിലാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തത്. മെൻ സിംഗിൾ നേടിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ അത് സിന്നറാണ്. അതേപോലെ തന്നെ നമ്മുടെ വിമൻ സിംഗിൾസ് നേടിയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മാഡിസൺ കീ ആണ്. അതിനുശേഷം വരുന്നതാണ് ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്ന ക്ലേ കോർട്ടാണ് കേട്ടോ. ക്ലേ കോർട്ടിന്റെ രാജകുമാരൻ എന്ന് പറയുന്ന ആരെയാണ്? ക്ലേ കോർട്ടിന്റെ പ്രിൻസ് രാജകുമാരൻ എന്ന് പറയുന്ന ശുഭ്മൻ ഗിൽ അല്ല കേട്ടോ. പ്രിൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ശുഭ്മൻ ഗില്ലിലേക്ക് പോലെ പ്രിൻസ് എന്ന് പറയുന്നത് പ്രിൻസ് ഓഫ് ക്ലേ കോർട്ട് എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് റഫേൽ നദാലാണ് പ്രിൻസ് ഓഫ് ക്ലേ കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പന്റെ മെൻ സിംഗിൾ നേരിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ കാർലോസ് അൽക്കാരിസ് ആണ്. നിലവിലത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്ലെയർ ആണ് കാർലോസ് അൽക്കാരിസ് ആണ്.
ഫ്രഞ്ച് ഓപ്പൺ നേടിയിട്ടുള്ളത്. അതേപോലെ വിമൻ സിംഗിൾസ് നേടിയിട്ടുള്ളത് കോക്കോ ഗൗഫ് ആണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഇനി വിംബിൾഡണിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാൻഡ് സ്ലാം ആണ് വിംബിൾഡൺ എന്ന് പറയുന്നത്. വിംബിൾഡണിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ അതേ വ്യക്തി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരാളെ പഠിച്ചാൽ മതി. സിന്നർ ആണ് വിംബിൾഡൺ നേടിയിട്ടുള്ളത്. എന്നാൽ വിമൻ സിംഗിൾ നേടിയിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ അത് ഇഗ്നാ സ്വൈറ്റ്സ് ആണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫ്രഞ്ച് ഓപ്പണിലേക്ക് വരുവാണെങ്കിൽ ആരാ നേടിയിട്ടുള്ളത്? അത് നമ്മുടെ US ഓപ്പണിലേക്ക് വരുവാണെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ നേടിയിട്ടുള്ള അതേ കാർലോസ് അൽക്കാരിസ് തന്നെയാണ് എന്ത് നേടിയിട്ടുള്ളത്? US ഓപ്പണും നേടിയിട്ടുള്ളത്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വിമൻ സിംഗിളിലേക്ക് വരുവാണെങ്കിൽ അരിന സബേലേക്കാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഫിഫ വേൾഡ് കപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഉടൻ തന്നെ ഫിഫ വേൾഡ് കപ്പുകൾ വരുന്നുണ്ട്. 2026 ഫിഫ വേൾഡ് കപ്പ് വരുന്നുണ്ട്. 2026 ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് US-ലാണ്. US-ൽ അതേപോലെ തന്നെ എവിടെയാണ്? മെക്സിക്കോയിൽ. ദെൻ സെയിം ടൈം എവിടെയും വരുന്നുണ്ട്? കാനഡയിലും വരുന്നുണ്ട്. സോ 3 സ്ഥലങ്ങളിലായിട്ടാണ് 2026 ഫിഫ വേൾഡ് കപ്പ് വരുന്നത്. ഓർത്തു വെച്ചോണം, 2026 US വരുന്നുണ്ട്, മെക്സിക്കോ വരുന്നുണ്ട്, കാനഡ വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. അതിനുശേഷം 2026 ശേഷം 2030 100ാം വാർഷികമാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ 100ാം വാർഷികം കൂടിയാണ്. ഏതൊക്കെയാണ് ഹോസ്റ്റിംഗ് രാജ്യങ്ങളെന്ന് ചോദിച്ചാൽ മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. മറന്നുപോകല്ലേ, ഫിഫയുടെ 100ാം വാർഷികമാണ്. അതേസമയം തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഫിഫ വേൾഡ് കപ്പ് 2030 എന്ന് പറയുന്നത് 100ാം വാർഷികമാണ്. 34 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഏഷ്യൻ രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി വെച്ചോണം, സൗദി അറേബ്യയാണ്. ആദ്യമായി നടക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ജപ്പാനാണ് കേട്ടോ. ജപ്പാനിലാണ് ആദ്യമായി ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. ഏഷ്യൻ രാജ്യം, ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. എന്നാൽ 2034 വരുവാണെങ്കിൽ അത് നടക്കുന്ന മറ്റൊരു ഏഷ്യൻ രാജ്യത്താണ്. എവിടെയാണ്? നമ്മുടെ സൗദി അറേബ്യയിലാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഇതിനു മുൻപ് ഖത്തറിലും നടന്നിട്ടുണ്ട്. അപ്പൊ ജപ്പാൻ, ഖത്തർ, അതിനുശേഷം സൗദി അറേബ്യ. സോ ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് ഇവന്റുകളും അതിന്റെ വെന്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയത്. സോ ഇനി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ജനുവരി മാസത്തോടെ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. 25,000+ വേക്കൻസീസ് ആണ് വരുന്നത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ RRB ഗ്രൂപ്പ് ഡി ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ധാരാളം സ്പെഷ്യാലിറ്റി ഉള്ള ബാച്ച് തന്നെയാണ്. 350+ അവേഴ്സ് ക്ലാസ്സസ്, പ്രിന്റബിൾ PDF നോട്ടുകൾ, ദെൻ മെന്റർഷിപ്പ് സെക്ഷൻസ്, മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ അടങ്ങുന്ന ഒരു ബാച്ച് തന്നെയാണ് RRB ലോങ് ടേം ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി 8281223366 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.